മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള സതാന താലൂക്കിൽ വാഗംബെ ഗ്രാമത്തിനടുത്തായി തലയുയർത്തി നിൽക്കുന്ന ചരിത്രപ്രധാനമായ കോട്ടയാണ് സാൽഹർ കോട്ട, സാലയ ഫോർട്ട്. സഹ്യാദ്രി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കോട്ട എന്ന ഖ്യാതി സാൽഹറിനുണ്ട്. മാത്രമല്ല 1567 മീറ്റർ 5141 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടി കാൽസുബായിക്ക് ശേഷം കൂടിയാണ്. ട്രെക്കിംഗ് പ്രേമികളെയും ചരിത്രാന്വേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ കേന്ദ്രമാണിത്. ഗവാൽഗഡ് എന്നായിരുന്നു സാൽഹർ കോട്ടയുടെ പഴയ പേര്. കോട്ടയുടെ പ്രാധാന്യം തുടങ്ങുന്നത് മറാഠ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്. ഒരു ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ ഇവിടെ തപസ്സു ചെയ്യുകയും താൻ നേടിയ ഭൂമി ദാനം ചെയ്ത ശേഷം തനിക്കായി പുതിയ ഭൂമി സൃഷ്ടിക്കുന്നതിനായി കടലിനെ പിന്നോട്ട് തള്ളിയ അസ്ത്രങ്ങൾ എയ്തത് ഈ സ്ഥലത്തുനിന്നാണെന്നും പറയപ്പെടുന്നു. മറാഠ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടകളിൽ ഒന്നായിരുന്നു സാൽഹർ. സൂറത്ത് കൊള്ളയടിച്ച ശേഷം ലഭിച്ച വിലയേറിയ സമ്പത്ത് മറാഠ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകും മുൻപ് ആദ്യമായി സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയിലായിരുന്നു. സാൽഹർ കോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടാണ് 1672 സാൽഹർ യുദ്ധം. 1671 ഛത്രപതി ശിവാജി മഹാരാജ് ഈ കോട്ട മുഗളന്മാരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിനെ പ്രകോപിപ്പിച്ചു. 1672 മുഗളന്മാർ കോട്ട തിരിച്ചുപിടിക്കാൻ 100,000-ഓളം സൈനികരുമായി ഒരു വലിയ സൈന്യത്തെ അയച്ചു. ശിവാജി മഹാരാജാവിന്റെ വിശ്വസ്ത സേനാപതികളായ മോറോബന്ത് പിംഗളെ, പ്രതാപറാവു ഗുജാർ, സൂര്യജിറാവു കക്കാഡെ എന്നിവരുടെ നേതൃത്വത്തിൽ മറാഠ സൈന്യം മുഗളന്മാരെ ധീരമായി നേരിട്ടു. ഏകദേശം 100,000 സൈനികർ പങ്കെടുത്ത ഈ യുദ്ധത്തിൽ മറാഠ സൈന്യം തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ധീരതയിലൂടെയും വൻ വിജയം നേടി. മുഗളന്മാരും ശിവാജി മഹാരാജാവിന്റെ സൈന്യവും തമ്മിൽ നടന്ന മുഖാമുഖ പോരാട്ടങ്ങളിൽ ഏറ്റവും വലുതും നിർണായകവുമായ വിജയമായിരുന്നു ഇത്. ഈ യുദ്ധത്തിലെ മറാഠകളുടെ വീര്യവും തന്ത്രങ്ങളും ശിവാജി മഹാരാജാവിന്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിപ്പിച്ചു. സാൽഹർ കീഴടക്കിയതോടെ മറാഠകൾ മുൽഹർ കോട്ടയും പിടിച്ചെടുക്കുകയും ബാഗ്ലാൻ മേഖലയിൽ തങ്ങളുടെ ഭരണം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ പേഷ്വാമാരും തുടർന്ന് ബ്രിട്ടീഷുകാരും ഈ കോട്ട കൈവശപ്പെടുത്തി. സാൽഹർ കോട്ടയിലേക്കുള്ള ട്രെക്കിംഗ് ചരിത്ര സ്മാരകങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനം കൂടിയാണ്. കോട്ടയുടെ മുകളിലും ചുറ്റുപാടുമായി നിരവധി കാഴ്ചകളുണ്ട്. പരശുരാമ ക്ഷേത്രം. കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് പരശുരാമൻ തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് സലോട്ട കോട്ട. സാൽഹറിനോട് ചേർന്നുള്ള ഇരട്ട കോട്ടയാണിത്. പുരാതന വാസ്തുവിദ്യ, പാറയിൽ കൊത്തിയെടുത്ത ജലസംഭരണികളും പടവുകളും കോട്ടയുടെ നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. മനോഹരമായ കാഴ്ചകൾ. കോട്ടയുടെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള സഹ്യാദ്രി മലനിരകളുടെയും സലോട്ട കോട്ടയുടെയും അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. സാഹസികതയും ചരിത്രവും ഒത്തുചേരുന്ന സാൽഹർ കോട്ട മഹാരാഷ്ട്രയുടെ പൈതൃകത്തിലും മറാഠ വീരഗാഥകളിലും താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഒരു മികച്ച യാത്രാനുഭവമാണ് നൽകുന്നത്.